ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. ബിഗ് ബോസ് സീസൺ 7 ഒരുപാട് സൗഹൃദങ്ങൾ നമ്മൾ കണ്ടു. ഒരുപാട് സൗഹൃദങ്ങൾ പൊട്ടിപ്പൊളിയുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ടുണ്ടായ ഒരു സൗഹൃദം ഉണ്ടോ എന്ന് ഒരാൾക്ക് ഭയങ്കരമായിട്ട് സൗഹൃദം എന്ന് അയാൾ മുമ്പേ തീരുമാനിച്ചാണ്. പക്ഷേ മറ്റേ ആൾ അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതിനേക്കാളും എളുപ്പമായിരുന്നു തോന്നുന്നു ഒരാളെ പ്രണയിക്കുന്നത്. അയാൾ അക്സെപ്റ്റ് ചെയ്യുന്നതൊക്കെ ഭയങ്കരമായിട്ട് ഈസിയാണെന്ന് തോന്നുന്നു ഇവരുടെ സൗഹൃദം കണ്ടുകഴിഞ്ഞാൽ. വേറെ ആരുടെ സൗഹൃദമല്ല, ഞാൻ ഷാനവാസിൻ്റെയും അനീഷിൻ്റെ സൗഹൃദത്തെ കുറിച്ചാണ് പറഞ്ഞത്. ലാലേട്ടൻ തന്നെ ഒരു വീക്കെൻഡിൽ വന്നിട്ട് അവരുടെ സൗഹൃദത്തെ കൂട്ടി യോജിപ്പിക്കുന്ന പോലെയൊക്കെ നമുക്ക് തോന്നിയാണ്. പക്ഷെ ആ സത്യത്തിൽ ആ ഒരു സൗഹൃദം അനീഷിനെ സംബന്ധിച്ച് അതൊരു വിലങ്ങുതടിയാണ്. ഷാനവാസിനെ സംബന്ധിച്ച് അനീഷിൻ്റെ ഗെയിമിനെ തകർക്കാനുള്ള ഒരു വഴിയാണ്. എനിക്ക് ആദ്യം അങ്ങനെ തോന്നിയില്ല. എനിക്ക് തോന്നിയത് ആദ്യം ഷാനവാസ് ഭയങ്കര ജെന്യുവിനായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ പോകെ പോകെ ഓരോ ദിവസം കഴിയും തോറും അനീഷിൻ്റെ ഗെയിമിനെ പൊളിക്കാനായിട്ട് ഷാനവാസിൻ്റെ ഒരു തന്ത്രമായിട്ടാണ് ഈ ഒരു ഫ്രണ്ട്ഷിപ്പിനെ എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ അനീഷ് തന്നെ അത് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ അനീഷ് ആദ്യമൊക്കെ വിചാരിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ എൻ്റെ പിന്നാലെ നടന്നാൽ എൻ്റെ സൗഹൃദം നീ സ്വീകരിക്കൂ എന്ന രീതിയിൽ. പിന്നെ ലാലേട്ടൻ വീക്കെൻഡിലും കൂടെ വന്ന് അവരുടെ സൗഹൃദത്തെ കൂടുതൽ കൂട്ടി യോജിപ്പിക്കുന്ന രീതിയിൽ കുറേ വാക്കുകളൊക്കെ പറഞ്ഞപ്പോൾ അതിൽ അനീഷ് ശരിക്കും വീണു പോവുകയാണ് ചെയ്തത്. പക്ഷേ ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിന് ശേഷം പലരും അനീഷിൻ്റെ ഗെയിം വളരെ വീക്കായി പോകുന്നു, ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ വന്നവനാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പിൽ അകപ്പെടുകയും ഗ്രൂപ്പിസം ഫേവറിറ്റിസം കാണിക്കുന്നു എന്ന രീതിയിലേക്ക് അനീഷിൻ്റെ ഗെയിമിൽ വിമർശിക്കാൻ തുടങ്ങി. ആര്യൻ, അക്ബറൊക്കെ അത് മുഖത്ത് നോക്കി തന്നെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് അനീഷിന് അതൊരു ഈ ഫ്രണ്ട്ഷിപ്പ് ഒരു വിലങ്ങ് തടി ആയിരിക്കും എന്നുള്ളത് മനസ്സിൽ പോയിട്ടുണ്ട്. പക്ഷേ അനീഷ് വളരെ ജെന്യുവിനായിട്ട് തന്നെയാണ് കേട്ടോ പിന്നീട് അങ്ങോട്ട് ഷാനവാസിൻ്റെ കൂടെ നിന്നത്. പക്ഷേ ഷാനവാസ് തിരിച്ച് ജെന്യുവിനായിട്ടാണോ നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ തീർത്തും അല്ല എന്ന് എനിക്ക് പറയാം. കിട്ടുന്ന സമയത്തൊക്കെ ഷാനവാസ് അനീഷിനെ കളിയാക്കുന്നു. ഷാനവാസിന് അനീഷിനെ പുറകിൽ നിന്ന് കുത്തുന്ന രീതിയിലും അവിടെ ഇവിടെ ഇരുന്ന് പലരോടത്തും അനീഷിനെ കുറ്റം പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അനീഷ് അങ്ങനെ ആരുടെ അടുത്തും പോയിട്ട് ഷാനവാസിനെ കുറ്റം പറയാം, പക്ഷെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് നീ നല്ലവനല്ല, നീ നല്ല ഫ്രണ്ട് അല്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. എന്നാലും ഉള്ളിൻ്റെ ഉള്ളിലൊരു സൗഹൃദം എന്തായാലും അനീഷ് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നാണ് അനീഷ് മനസ്സിലായത് ഈ ഒരു സൗഹൃദം ശരിക്കും പറഞ്ഞ ഒരു ഫ്രോഡായിട്ടുള്ള ഒരു ആളെയാണ് ഫ്രണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളത് അനീഷിന് ബോധ്യപ്പെട്ടു. അനീഷ് അത് ഒറ്റയ്ക്കിരുന്ന് സ്വയം മനസ്സിലാക്കുന്ന രീതിയിൽ കുറേ കാര്യങ്ങൾ പിറുപിറുക്കുന്നതൊക്കെ നമ്മൾ കണ്ടാണ്. സത്യമാണ്, അനീഷ് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഷാനവാസിൻ്റെ സൗഹൃദം തീർത്തും ജെന്യുവിനല്ല, അതൊരു ഗെയിമിൻ്റെ ഒരു ഭാഗമാണെന്ന് അനീഷ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഷാനവാസിനോട് വളരെയധികം അകന്നാണ് അനീഷ് നിൽക്കുന്നത്. അനീഷിൻ്റെ ഗെയിം ഇപ്പോൾ പണ്ടത്തെ പോലെ തന്നെ തിരിച്ചു പോയിരിക്കുകയാണ്. അത് അനീഷിൻ്റെ ഗെയിമിന് കൂടുതൽ ബൂസ്റ്റപ്പ് ചെയ്യുള്ളൂ. പക്ഷേ ഷാനവാസിന് മനസ്സിലായിട്ടില്ല. ഷാനവാസിന് മനസ്സിലാക്കാത്ത തരത്തിൽ അനീഷിന് കളിക്കാം എന്നുള്ള രീതിയിലാണ് അനീഷ് വിചാരിക്കുന്നത്. അപ്പോൾ അനീഷ് പുറത്ത് വന്നിരിക്കുമ്പോൾ വാടാ കഴിക്കുക, നീ എങ്ങനെ വന്നിരിക്കരുത് എന്നൊക്കെ, അതൊക്കെ ഒന്ന് അട്ടർ ഒരു ഫ്ലോപ്പ് ഗെയിമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വലിയ സൗഹൃദം കാണിക്കുകയാണ്, നീ വായോ ഭക്ഷണം കഴിക്കുകയോ. ആദിലക്ക് അനീഷിനോടുള്ള ഒരു അപ്രോച്ചിന് ഭയങ്കര ദേഷ്യമാണ്. അപ്പോൾ ആദില എപ്പോൾ നോക്കിയാലും അനീഷിനെ കുറിച്ച് കുറ്റങ്ങളാണ് ഷാനവാസിനോട് പറയുന്നത്. അപ്പോൾ ഷാനവാസ് തിരിച്ചും അനീഷിനെ കുറ്റം പറയുന്നത് നമുക്ക് കണ്ടില്ല. അല്ലാതെ അനീഷിൻ്റെ നല്ല കാര്യങ്ങളൊന്നും പറയുന്നത് ഞാൻ കേട്ടില്ല. ആ കൂടി പറയുന്നത് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ്റെ മുന്നിൽ മാത്രമാണ് ഞാൻ ഇവൻ്റെ വലിയൊരു ഫ്രണ്ടാണ് എന്നുള്ള കാര്യത്തിൽ നിൽക്കുന്നത്. അതൊരു മോശം പ്രവൃത്തിയായിട്ടാണ് എനിക്ക് ഷാനവാസിൻ്റെ ഒരു ഗെയിമിനെ കാണാൻ സാധിക്കുള്ളൂ. അനീഷ് കുറച്ചും കൂടി വിജിലൻ്റ് ആയിട്ട് ഷാനവാസിനെ കുറച്ച് അകറ്റി നിർത്തി ആദ്യത്തെ പോലെ ഒറ്റപ്പെട്ട് കളിക്കുകയാണെങ്കിൽ അനീഷ് ഇനി മുന്നോട്ട് പോകും. അല്ലെങ്കിൽ ഷാനവാസിൻ്റെ സൗഹൃദത്തിൽ അകപ്പെട്ട് കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഫേവറിറ്റിസം വരും, ഗ്രൂപ്പിസം വരും. അത് പ്രേക്ഷകരുടെ ഇടയിൽ മാത്രമല്ല, അത് അനീഷിനെ എതിരെ പ്രയോഗിക്കാവുന്ന ഒരു തന്ത്രമായിട്ട് മറ്റുള്ള ഹോംമേറ്റ്സ് ഒക്കെ കരുതും എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ചും ആര്യനും അക്ബറും ഇത് പലതവണ ആവർത്തിച്ച് തന്നെ പറയുന്നത് കേട്ടു. അപ്പോൾ ഇനി അത് മനസ്സിലാക്കി അനീഷ് ഒറ്റ തിരിഞ്ഞ് കളിക്കുകയായിരിക്കും നല്ലത്. പ്രേക്ഷകർക്കും അനീഷ് അങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നത് തന്നെയാണ് ഇഷ്ടം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു സൗഹൃദം അനീഷ് നല്ലതല്ല എന്ന് എന്തായാലും പ്രേക്ഷകർ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഷാനവാസിൻ്റെ ഈ സൗഹൃദം ഗെയിമിൻ്റെ ഒരു ഭാഗമായിട്ട് മാത്രമേ പ്രേക്ഷകർ ഇപ്പോഴും കരുതുന്നുള്ളൂ. അപ്പോൾ എന്തായാലും അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും